ലോക്കൽ പോലീസും പിന്നീട് ക്രൈംബ്രാഞ്ചും പിന്നീട് കേരള പോലീസും തന്നെ പ്രത്യേക അന്വേഷണ സംഘത്തെ അന്വേഷിച്ചതാണ് ജസ്ന തിരോധാന കേസ്. ഈരാറ്റുപേട്ടയിൽ നിന്ന് ജസ്നയെ കാണാതായപ്പോൾ മുതൽ വലിയ ദുരൂഹതകൾ ഉണ്ടായിരുന്നു. നീണ്ട അന്വേഷണങ്ങൾ ഈ കേസുമായി ബന്ധപ്പെട്ട് ഉണ്ടാവുകയും ചെയ്തിരുന്നു. പക്ഷേ ജസ്നയെ കണ്ടെത്താൻ മാത്രം സാധിച്ചിരുന്നില്ല. ഇതിന് പിന്നാലെയാണ് CBIക്ക് കേസന്വേഷണം കൈമാറിയത്. കൊച്ചിയിലെ പ്രത്യേക യൂണിറ്റ് ആയിരുന്നു ഈ കേസ് അന്വേഷിച്ചിരുന്നത്. ഈ കേസിലാണ് ഇപ്പോൾ CBIയുടെ പ്രത്യേക കോടതിയിൽ റിപ്പോർട്ട് നൽകിയിരിക്കുന്നത്. ജസ്നയെ കണ്ടെത്താനായില്ല, അതുകൊണ്ട് തന്നെ കേസ് അന്വേഷണം അവസാനിപ്പിക്കാൻ അനുമതി വേണമെന്നാവശ്യപ്പെട്ടാണ് CBI റിപ്പോർട്ട് നൽകിയിരിക്കുന്നത്. ഇത് കോടതി പരിഗണിച്ച് ഈ റിപ്പോർട്ട് അംഗീകരിച്ചാൽ ജസ്ന കേസ് മറ്റൊരു തെളിയാത്ത കേസായി നിൽക്കും. അപ്പോഴും ജസ്ന എവിടെ എന്നുള്ള ഒരു ചോദ്യമാണ് ഉയരുന്നത്. ശ്യാംകുമാർ, ഇതുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ അഭ്യൂഹങ്ങൾ, ജസ്നയെ പലയിടത്തും കണ്ടതായുള്ള വിവരങ്ങൾ, ആ നിലയ്ക്ക് CBIയുടെ അന്വേഷണം നടക്കുന്നു എന്നൊക്കെ റിപ്പോർട്ടുകൾ അതത് സമയങ്ങളിൽ വന്നിരുന്നതാണല്ലോ. ഇപ്പോൾ അതൊന്നും ഫലം കണ്ടില്ല എന്നല്ലേ മനസ്സിലാക്കേണ്ടത് ഈ റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കുമ്പോൾ? തീർച്ചയായും ജസ്ന കേസ് അന്വേഷിച്ച ഒരു ഘട്ടത്തിൽ അന്നത്തെ SP ഉൾപ്പെടെയുള്ളവർ ജസ്നയിലേക്ക് എത്തിയതായും നിർണായക വിവരങ്ങൾ നൽകുമെന്നുമൊക്കെ അന്ന് ADGP ആയിരുന്ന ആളുകൾ പോലും വാർത്താ സമ്മേളനങ്ങൾ പോലും സൂചിപ്പിക്കുകയുണ്ടായി. പക്ഷേ അന്ന് ടോമിൻ തച്ചങ്കരിയൊക്കെ ADGP ആയിരുന്ന സമയത്തൊക്കെ ഇതുമായി ബന്ധപ്പെട്ട നിർണായകമായ ഘട്ടത്തിലേക്ക് കേസന്വേഷണം നീങ്ങുന്നതായി പറഞ്ഞിരുന്നു. അന്നും ജസ്നയെ കണ്ടെത്താൻ മാത്രം സാധിച്ചിരുന്നില്ല. അതിന് പിന്നാലെയാണ് CBI അന്വേഷണം ഏറ്റെടുക്കുന്നത്. പക്ഷേ CBIക്കും ജസ്ന എവിടെയുണ്ട്, ജസ്ന ജീവിച്ചിരിപ്പുണ്ടോ തുടങ്ങിയ കാര്യങ്ങളിൽ ഒരു വ്യക്തതയും വരുത്താൻ സാധിച്ചില്ല. പക്ഷേ ജസ്നയെ വിദേശങ്ങൾ ഉൾപ്പെടെ കണ്ടു എന്നുള്ള നിരവധി വിവരങ്ങൾ CBIക്കും ലഭിച്ചിരുന്നു. അപ്പോഴും ജസ്നയെ കണ്ടെത്താൻ സാധിക്കാതെയാണ് കേസന്വേഷണം അവസാനിപ്പിക്കാൻ അനുമതി തേടിക്കൊണ്ട് CBI കോടതിയിൽ തന്നെ റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത്. ശരി ശ്യാംകുമാർ. ശ്യാംകുമാറാണ് വിവരങ്ങൾ നൽകിയത്. ജസ്ന തിരോധാന കേസ് CBI അന്വേഷിച്ചു കോടതി റിപ്പോർട്ട് നൽകി. ജസ്നയെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് CBI ഇപ്പോൾ കൊച്ചി യൂണിറ്റ് ഇപ്പോൾ കോടതിയെ അറിയിച്ചിരിക്കുന്നത്.